ഈ ഒരു വട്ടം കണ്ടോ? ഈ കാണുന്നതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരം വീണ കിണറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, കുബാ പള്ളിയുടെ അടുത്താണുള്ളത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു മോതിരം ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൈമാറി. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലശേഷം അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കൈകളിലെത്തി. ശേഷം അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൈകളിലെത്തി. 6 വർഷം ആ മോതിരം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൈകളിലുണ്ടായിരുന്നു. അങ്ങനെ ശേഷം ഒരു ദിവസം ഉളു എടുക്കുന്ന സമയത്ത് അത് ഈ കിണറിൽ വീഴുകയുണ്ടായി. കുറേ വെള്ളം വറ്റിച്ച് തിരഞ്ഞിട്ടും ആ മോതിരം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്തും വെള്ളം വറ്റിച്ച് മോതിരത്തിന് വേണ്ടി തിരഞ്ഞെങ്കിലും ആ മോതിരം കിട്ടിയില്ല. ഈ മോതിരം നഷ്ടപ്പെട്ട 6 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ പ്രക്ഷോഭകാരികളാൽ ഉസ്മാൻ റളിയല്ലാഹുവിന് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ആരംഭിക്കുന്നത് ഈ ഒരു 6 വർഷത്തിന് ശേഷമാണ്. ഈ കിണറിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കാല് നീട്ടിയിരുന്നു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു.